കഴുകി വൃത്തിയാക്കി വെച്ച ആട്ടിറച്ചിയിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 4 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. കുക്കറിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് അടുപ്പിൽ വെച്ച് തീ കത്തിക്കാം. ചെറിയ തീയിലിട്ട് 4 വിസിൽ വന്നാൽ ഓഫാക്കാം. അടികട്ടിയുള്ള ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇട്ട് വറുത്തെടുക്കാം. അത് കോരി മാറ്റിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് പച്ചമുളക്, വേപ്പില എന്നിവ ചേർത്ത് കൊടുക്കാം. ചെറുതായി അരിഞ്ഞു വച്ചിരിക്കുന്ന സബോള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് സബോള നന്നായി വഴറ്റിയെടുക്കണം. ഇതിലേക്ക് 3 ടീസ്പൂൺ വീതം ഗരം മസാലയും മീറ്റ് മസാലയും ചേർക്കാം. നേരത്തെ മൂപ്പിച്ച് വെച്ച നാളികേരക്കൊത്ത് ഇതിലേക്ക് ചേർക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം കുക്കറിൽ വേവിച്ച് വെച്ച മട്ടൺ ചേർത്ത് കൊടുക്കാം. മട്ടണിൽ എല്ലാം ചേർന്ന് പിടിക്കുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കാം. മട്ടണിലെ വെള്ളം നന്നായി വറ്റി വരണം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുരുമുളക് പൊടിയും പെരിഞ്ജീരകവുമാണ്. നന്നായി ഇളക്കി കൊടുക്കാം. രുചികരമായ മട്ടൺ റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്.